എൻ്റെ ഞാൻ ആകപ്പാടെ ഒരു വീഡിയോയെ ഞാൻ എൻ്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ആ വീഡിയോ കണ്ട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ വേണ്ടിയൊന്നുമല്ല. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം അവിടെ വിളിച്ചതിലും സംസാരിച്ചതിലും കാര്യങ്ങൾ ഷെയർ ചെയ്തതിലൊക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ സന്തോഷം, അത് എല്ലാവരും ഞാൻ പറയുന്നില്ല, നമ്മുടെ സന്തോഷം അത് നമ്മുടെ കയ്യിലാണ്. നമുക്ക് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആരും നമ്മുടെ വന്ന് സന്തോഷിപ്പിക്കില്ല. അല്ലെങ്കിൽ നീ നിനക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അതേ എന്ന് പറഞ്ഞിട്ട് ആരും വന്ന് നമുക്ക് നോട്ട് ബുക്ക് എടുത്ത് എഴുതി തരികയോ പറഞ്ഞു തരികയോ ഒന്നും ചെയ്യില്ല. ടിപ്സ് സന്തോഷിക്കാനുള്ള ടിപ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ഏതെങ്കിലും ബുക്കോ അങ്ങനെ വല്ലതും വിൽക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല, കാരണം എനിക്കറിയില്ല. അപ്പം അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്, അത് വേറെ ആരുടെ കയ്യിലും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ വേണ്ടാത്തവരെ നമ്മളെ മാറ്റി നിർത്തുന്നുണ്ട്, നമ്മളെ മാറ്റി നിർത്തുന്നവരെയൊക്കെ അവരെ മൈൻഡ് വയ്ക്കാതിരുന്നാൽ മാത്രം മതി നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു കാലം അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്തെങ്കിലുമൊക്കെ ഏത് സമയത്തും ആയിക്കോട്ടെ, എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ നല്ല നിലയിലെത്തും. അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളും എല്ലാവരുടെ മുമ്പിൽ നല്ല രീതിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതുവരെ ഭയങ്കര സ്ട്രഗിളിങ് ആയിരിക്കും. അതുവരെ എല്ലാവരും കുറ്റം പറയും, എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും. അറിയുന്നവരും അറിയാത്തവരും കാണുന്നവരും ഒക്കെ, കാണാത്തവർ വരെ കുറ്റപ്പെടുത്തും. നമ്മളെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർ വരെ നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പോൾ അതിന് നമുക്ക് ആരെയും ചെന്നിട്ട് ആരെടുത്തും ചെന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ എന്നെക്കുറിച്ചൊന്നും പറയരുത് എന്നൊന്നും നമുക്ക് ആരുടെ വായും നമുക്ക് പൊത്താനോ മൂടിക്കെട്ടാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ മൈൻഡ് ചെയ്യാതെ അവോയ്ഡ് ചെയ്തങ്ങ് വിട്ടാൽ മതി. വേറൊന്നും ചിന്തിക്കാതെ നമ്മുടെ ലൈഫ് എങ്ങനെ നമ്മൾ അവരുടെ മുമ്പിൽ കുറച്ച് നല്ല ലെവലിൽ നിന്ന് കാണിച്ചു കൊടുക്കാം എന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി. പിന്നെ നമ്മൾ സന്തോഷിക്കണോ കരയണോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. നമ്മളായിരിക്കുമല്ലോ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച്, പിന്നൊരു കാര്യം, നമുക്ക് അങ്ങനെയൊന്നും മുൻകൂട്ടി ചിന്തിക്കാനോ മുൻകൂട്ടി വിധി എഴുതാനോ ഒന്നും പറ്റില്ല. ഇങ്ങനെ ആയിത്തീരുമോ, ഒരു കാര്യം തീരുമാനിച്ചെടുക്കുന്നതിന് മുമ്പ് ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ആരാണ് അല്ലേ? അങ്ങനെയൊന്നും നമുക്ക് ആർക്കും ഇന്ന രീതിക്ക് ആയിത്തീരുമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നും നമുക്ക് ഒരു തീരുമാനം ഒരു ഡിസിഷൻ എടുത്ത് പോകാൻ പറ്റില്ല. പക്ഷെ ആ ഡിസിഷൻ എടുക്കുന്നതിൽ നമുക്ക് വ്യത്യാസം വരുത്താം. നല്ലൊരു ഡിസിഷൻ എടുത്ത് നമുക്ക് പോകാം. എന്തായാലും നമ്മളൊരു തീരുമാനം എടുക്കുക, അതെന്തായാലും എവിടെ ചെന്നെത്തുമെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്താമെന്നില്ല. അല്ലാതെ നമുക്ക് വരുന്നതിൻ്റെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ വന്ന് ഭവിക്കുന്നത് അത് നമ്മുടെ കയ്യിലല്ല. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മാത്രം മതി. എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനിത് എന്നോടും കൂടെ തന്നെയാണ് പറയുന്നത്, വേറെ ആരോടും പറയുന്നില്ല. ഇതൊന്നും ആരും നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ കൊച്ചു കുട്ടികളല്ല. ഇപ്പോൾ പറയുന്ന പോലെ നമ്മളെ വിളിച്ചിരുത്തി അടുത്തിരുത്തി പറഞ്ഞു തന്ന് സമാധാനിപ്പിക്കാനൊന്നും എനിക്കും ആരുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അപ്പോൾ വേറുള്ളവർ ചിന്തിക്കുക കേൾക്കുന്ന കാര്യം. ഇതൊന്നും നമ്മൾ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, ഇങ്ങനെയൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ. അങ്ങനെയൊന്നും അല്ല. ഒരു സിറ്റുവേഷൻ, ഏറ്റവും ഒരു ബാഡ് എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ വേണം. അത് ഇന്ന ആണെന്നൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ ഒരു സമാധാനമൊക്കെ. അപ്പോൾ അതിപ്പം ഞാൻ പറയുന്നത് ഇന്ന ആൾ ഇപ്പം അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണ്, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ആ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആരാണ്, അവരോട് നമുക്ക് ആ വ്യക്തിയോട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറ്റുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പറയാം. ആ വ്യക്തിക്ക് നമ്മളെ ഒന്ന് പാമ്പർ